മികച്ച പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് സംവിധാനമൊക്കെ ഒരുക്കുന്നതിനായിട്ട് ഈ ഒരു സംഘം വളരെ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്കിവിടെ ലഭിക്കുന്ന ക്ലാസ്സുകൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മികച്ച ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് നിശ്ചയമാണ്. പക്ഷെ പലപ്പോഴും ഈ ഹാൻഡിക്രാഫ്റ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർ എന്ന് പറയുന്നത് സാമ്പത്തികമായും സാമൂഹികമായും ഒരുപക്ഷെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്തരം പുതിയ മാർക്കറ്റിംഗ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് അവർക്ക് അതിനുള്ള അറിവുകൾ കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഒരു പക്ഷേ വലിയ ഫീസൊക്കെ കൊടുത്ത് അത്തരം ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇൻഡസ്ട്രി എന്നുള്ള സ്ഥാപനമായിട്ട് ചേർന്ന് സൊസൈറ്റി നടത്തുന്ന ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഇന്നത് പങ്കെടുക്കുന്ന എല്ലാ കരകൗശല വിദഗ്ധരും ഇതിനെ കൃത്യമായിട്ട് ഗ്രഹിച്ച് ഇതിനെ പ്രയോജനപ്പെടുത്താം. ഇന്നത്തെ ദിവസം അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എത്രയോ അധികം ത്യാഗം സഹിച്ച് ഇന്നൊരു പക്ഷേ എല്ലാവരും ഈ കാണുന്ന ഈ ഒരു തലത്തിലേക്ക് ഒരു പൊതു സമൂഹത്തിൽ വളരെ മാന്യമായ ഒരു സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ പ്രയത്നിച്ച അല്ലെങ്കിൽ ഏറെ കഷ്ടതകൾ അനുഭവിച്ച വലിയൊരു മഹാൻ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇനി ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘത്തിനും സംഘം പ്രസിഡന്റിനും അതുപോലെ സംഘത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പഠിക്കുന്നത് ഇന്ന് പഠിച്ചു മറന്നു പോകാതെ അതിനെ പ്രായോഗികമാക്കുക, പ്രാവർത്തികമാക്കുക. തീർച്ചയായിട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ മാർക്കറ്റിംഗ് നടത്തുന്നതിനുള്ള ഒരു ശേഷി നിങ്ങൾക്ക് ഇതിലൂടെ വികസിപ്പിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സെയിൽസ് കൗണ്ടർ ഉദ്ഘാടനം സുഭാഷ് സാർ നിർവഹിക്കുന്നു. ആദ്യ വിൽപ്പന ഡോക്ടർ പ്രദീപ് കുമാർ സാറിന് ബാങ്കുകൾ കൊടുക്കുന്ന മുദ്ര ലോണിനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാണുക. അതിന് പക്ഷേ സബ്സിഡിയോ അല്ലെങ്കിൽ മാർജിൻ മണിയോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് കൊടുക്കുക, അവർ അതനുസരിച്ചുള്ള പൈസ നിങ്ങൾക്ക് അനുവദിച്ച് തരുന്നത്. പക്ഷെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ആർട്സ് ആൻഡ്സിന് വേണ്ടിയുള്ള മുദ്ര ലോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 50,000 രൂപയേ ഉള്ളൂ മിനിമം. നമ്മൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, ജില്ലകളിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും നമ്മൾ എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യും. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സൗജന്യമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് അതിൽ അവിടെ നിൽക്കുന്നതിന് പൈസ തന്നുകൊണ്ട് ഞങ്ങളുടെ എക്സിബിഷൻ നടത്തുന്നത്. രജിസ്ട്രേഷൻ ഓൺലൈനാണ്, അതിൻ്റെ ഫയലിംഗ് ഓൺലൈനാണ്. ഒരു സ്ഥലത്ത് നിങ്ങൾ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ഥാപനം ഉണ്ട്, അതിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ കറക്റ്റാക്കി ഇൻവോയ്സസ് കറക്റ്റായിട്ട് വയ്ക്കുക. മേടിക്കുന്ന സാധനങ്ങൾ ഇൻവോയ്സസ് കറക്റ്റായിട്ട് വയ്ക്കുക, കൊടുക്കുന്ന സാധനങ്ങൾ ഇൻവോയ്സസ് കറക്റ്റായിട്ട് വയ്ക്കുക. ഇൻവോയ്സ് ടു ഇൻവോയ്സ് ആണ് ബില്ലിംഗ് ഇത് അക്കൗണ്ട്സ് വരിക. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനാണ് എല്ലാ കാര്യവും. ഒരു ഓഫീസിനും കയറി ഇറങ്ങണ്ട, വളരെ സുതാര്യമാണ്. ഇപ്പോൾ എന്നോട് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ്, അതായത് പുതിയ പുതിയ ഐഡിയകൾ പറഞ്ഞു തരാനാണ്. പുതിയ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അല്ലേ, എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ആരാണോ വാങ്ങാൻ വരുന്ന ആള് അയാൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ ഉണ്ടാക്കണം. നമുക്ക് അറിയണ പ്രൊഡക്റ്റ് വെറുതെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരിക്കലും അത് സെല്ലായി പോവില്ല. മറ്റുള്ളവർക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ടൈറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ആൾക്കാർക്ക് അട്രാക്റ്റീവായി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാ എല്ലാം നമ്മൾ നോക്കുമോ? ഇല്ല അല്ലേ, നമുക്കിങ്ങനെ കണ്ണിന് പെട്ടെന്ന് ഉടക്കണ സാധനങ്ങൾ മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അപ്പം 2021 ഓണത്തിൻ്റെ സമയത്ത് എനിക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് ഞാൻ വീട്ടിൽ കിടക്കായിരുന്നു. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചിക്കൻ ബോക്സ് അല്ലേ, ആരും എടുത്ത് തരില്ല. എനിക്ക് 3 കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് അവരെ നോക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ എന്താ ചെയ്യണേ, ഞാൻ എന്താ ഇത്രയും നാളും ചെയ്തതെന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം 3 കുട്ടികൾ, ചെറിയ കുട്ടികളല്ലേ, അപ്പം എങ്ങനെ പോവാം, അവരെ നോക്കണ്ടേ എന്നൊക്കെയുള്ളത് കാണുമ്പോൾ ജോലിക്ക് പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അത് നിർത്തി വീട്ടിലിരിപ്പായിരുന്നു. അപ്പോഴാണ് എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ഒരു ജോലി ചെയ്യാം എന്നൊരു ചിന്തിച്ചത്. അപ്പം എൻ്റെ ഒരു ജൂനിയറായിട്ടുള്ളൊരു കുട്ടി, ജൂനിയേഴ്സാണ് കേട്ടോ, സീനിയേഴ്സ് ഒന്നല്ല, ജൂനിയർ ആയിരുന്നൊരു കുട്ടി ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവളുടെ കൂടെ പാർട്ട്ണർഷിപ്പായിട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചു. അപ്പോൾ അവൾ ഡ്രസ്സുകളുടെയൊക്കെയാണ് ഓൺലൈനായിട്ട് ചെയ്യണം. വീട്ടിലിരുന്നുകൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്, വാട്സപ്പ് ത്രൂ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ആ ചിക്കൻ ബോക്സ് ആയിരിക്കുന്ന സമയത്താണ് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എനിക്കറിയാവുന്ന മെമ്പേഴ്സിനൊക്കെ ഗ്രൂപ്പ്, ചിലപ്പോൾ അച്ഛനും അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ സെയിൽ ചെയ്യാൻ തുടങ്ങി. ഓണായതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിക്കായി നല്ലപോലെ. ആ സമയത്ത് ഞാൻ ശരിക്കും വിചാരിച്ചു തുടങ്ങിയത് തന്നെ നന്നായിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്.
രാവിലെ മുതൽ പല കാര്യങ്ങളും കേട്ടു. നിലവിൽ നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉള്ള എത്ര പേരുണ്ട്? ബാക്കിയുള്ളവരൊന്നും ഇല്ലേ? ഇതില്ലാത്തവരാണെന്ന് ഏറ്റവും വലിയ കുറ്റക്കാര്. ദണ്ഡനീയ അപരാധ, ശിക്ഷാർഹമായ കുറ്റമാണ് ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ല എന്നുള്ളത്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു മാർക്കറ്റിംഗ് ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം? പാക്കനാരുടെ കഥയിൽ ഭാര്യയും ഭർത്താവും മുറമുണ്ടാക്കി 10 ഉണ്ടാക്കി നാട് മുഴുവൻ സഞ്ചരിക്കും. അതിൽ എത്ര പണം കിട്ടുമെന്നോ MRP GST ഒന്നും ഉണ്ടായിരുന്നില്ല. ചിലർ പൈസ കൊടുക്കും, ചിലർ ഉള്ളത് കൊടുക്കും, ചിലർക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കും. പക്ഷെ അന്നത്തെ പട്ടിണി മാറാനുള്ള വകുപ്പ് കിട്ടും. നാളത്തേക്ക് പാക്കനാട് ചിന്തിക്കാറില്ല. അവിടുത്തെ സന്തോഷം എന്താണ്? ഞാനുണ്ടാക്കിയ മുറ ഉപയോഗിച്ച് മറ്റുള്ളവർ അത് ഉപയോഗിക്കുന്നത് കാണുമ്പോഴുള്ള സംതൃപ്തിയാണ് ശരിയായ സംതൃപ്തി, അല്ലേ? അപ്പം അതുകൊണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിലുള്ള നിർമ്മാണം ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണിൽ ചോരയില്ലാത്ത മനസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിലാണ് ഇനിയുള്ള കാലത്തുള്ള വിജയം. നമ്മൾ ഒരിടത്ത് സാധനം ഉണ്ടാക്കി നമ്മളുടെ സാധനം നമ്മൾക്ക് തന്നെ പ്രചരിപ്പിക്കപ്പെടാനാണ് നവമാധ്യമങ്ങൾ. ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, അങ്ങനെ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? 10-20-22 ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളൊന്നും തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല എല്ലാം. ഇത് എന്തിനാന്ന് പോലും നമുക്കറിയില്ല പലതും. ഇപ്പോൾ നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു ഡിജിറ്റൽ ഭൂതമാണ് ഈ കയ്യിൽ കൊണ്ടു നടക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ലോകം നമ്മളെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്ന് മനസ്സിലായാൽ നമുക്കിതിൽ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് മനസ്സിലാവും.